ആഘോഷിച്ച ദിവസമാണിന്ന്. ആദ്യ കുഞ്ഞിന്റേത് സ്വാഭാവിക മരണമെന്നും രണ്ടാമത്തെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചു കൊന്നതെന്നുമായിരുന്നു ആദ്യം പുറത്തുവന്ന വിവരം. എന്നാൽ പോലീസ് സ്റ്റേഷനിലെ ചോദ്യം ചെയ്യലും ശേഷം ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തിച്ച് നടത്തിയ തെളിവെടുപ്പുകളുമാണ് അമ്മയുടെയും ഈ രണ്ട് എഫ്ഐആറിലും പറയുന്നത് പ്രധാനമായും മുഖം പൊത്തിപ്പിടിച്ചാണ് രണ്ട് കുഞ്ഞുങ്ങളെയും കൊലപ്പെടുത്തിയതെന്നുള്ളതാണ്. ആദ്യത്തെ കൊലപാതകം നടന്നത് 2021 നവംബർ 6-നാണ്. ഈ കൊലപാതകം നടന്ന ശേഷം 8 മാസത്തിന് ശേഷം ഈ മൃതദേഹാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത. ഹായ് ഓൾ, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, തൃശ്ശൂരിൽ നിന്ന് രണ്ട് കുഞ്ഞുങ്ങളെ പെറ്റമ്മ കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. നമ്മൾ വിചാരിക്കും പെട്ടെന്ന് കേൾക്കുമ്പോൾ രണ്ട് കുഞ്ഞുങ്ങൾ എന്ന് പറയുമ്പോൾ ഇരട്ട കുഞ്ഞുങ്ങളായിരിക്കുമെന്ന്. ഇരട്ട കുഞ്ഞുങ്ങളല്ല, അവർ 2021 ഒരു കുഞ്ഞിനെ പ്രസവിച്ചു. അതും വീട്ടിൽ സ്വന്തം അമ്മ പോലും അത് അറിഞ്ഞിട്ടില്ല. അമ്മ പോലും അറിയാതെ അമ്മ ഒരു ന്യൂസിൽ പറയുന്നുണ്ട് PCOD ഒക്കെ ഉള്ളതാണ്, അതുകൊണ്ട് ഇങ്ങനെയൊന്നും സംഭവിക്കാൻ, അത് ഗർഭിണിയാവാനുള്ള ചാൻസ് ഇല്ല. ആര് പറഞ്ഞു PCOD? സത്യം പറഞ്ഞാലേ കല്യാണം കഴിഞ്ഞിട്ട് ഈ PCOD കാരണം ഒരുപാട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. പക്ഷേ ഇങ്ങനത്തെ ഈ തെറ്റായ രീതിയിൽ കൂടെ പോകുന്നവർക്ക് PCOD ഉണ്ടെങ്കിൽ എന്ത് വലിയ അസുഖം ഉണ്ടെങ്കിലും അവർ ഗർഭിണിയാവും. കാരണം അത് ദൈവം കൊടുക്കുന്ന ശിക്ഷയാണ്. ഈ മോശമായിട്ടുള്ള രീതിയിൽ വീട്ടുകാരറിയാതെ ഇങ്ങനെ ചെയ്യുന്നതിന് അവർക്ക് കൊടുക്കുന്ന, ആ കുഞ്ഞിനെ കൊടുക്കുന്ന ദൈവം ഒരു ശിക്ഷയായിട്ട് അത് കൊടുക്കുന്നതാണ് അങ്ങനെ ഒരു കുഞ്ഞ്. പക്ഷേ കല്യാണം കഴിഞ്ഞ ഒരു വ്യക്തിക്ക് ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടായിരുന്നാലും അത് വലിയ രീതിയിലുള്ള അസുഖങ്ങളായിട്ട് കാണുകയും ട്രീറ്റ്മെൻറ്റ് എടുക്കുകയൊക്കെ വേണം. അപ്പോൾ ഇങ്ങനെ ഒരു കള്ളത്തനത്തിൻ്റെ രീതിയിൽ പോകുന്നവർക്ക് ആ PCOD ഒന്നും വലിയ കാര്യമൊന്നുമില്ല. ഇപ്പോൾ PCOD ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഗർഭിണിയാവും, അത് അവരവരുടെ ടൈം. അപ്പോൾ ആ രണ്ട് കുഞ്ഞുങ്ങളെ, ഒരു കുഞ്ഞിനെ 2021 പ്രസവിച്ചു, ഒരു കുഞ്ഞിനെ 2024 ഓഗസ്റ്റിൽ പ്രസവിച്ചു. അപ്പോൾ ആദ്യത്തെ കുഞ്ഞിനെയും ഇവർ കൊന്നു കളഞ്ഞു. ആദ്യം പറഞ്ഞത് മരിച്ചിട്ടാണ്, കുട്ടി ജനിച്ചത് മരിച്ചിട്ടാണ്, പൊക്കിൾക്കൊടി ചുറ്റിയിട്ട്. പക്ഷെ അങ്ങനെയല്ല, തെളിവെടുപ്പിൻ്റെ ഇടയിൽ, ചോദ്യം ചെയ്യലിൻ്റെ ഇടയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ന് ആ കുട്ടി ജീവനോടെയാണ് ജനിച്ചത്. അതിൻ്റെ ഫോട്ടോസും വീഡിയോസും ഈ കാമുകനായ പവിൻ എന്ന് പറയുന്ന ആൾക്ക് അനീഷ അയച്ചു കൊടുത്തിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ ശരിക്കും കേട്ടിട്ട് തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. മനുഷ്യനായിട്ടുള്ള ഒരാൾക്ക് ഇത് സഹിക്കാൻ പറ്റില്ല. കാരണം ഞാൻ 6 വർഷമായിട്ടൊരു കുഞ്ഞിന് വേണ്ടി കാത്തിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് ഈ ന്യൂസൊക്കെ കേൾക്കുമ്പോൾ വെച്ചാൽ കൊല്ലാൻ ദൈവം ഇങ്ങനെ കൊടുക്കുന്നല്ലോ, വളർത്താനും നമുക്കൊന്ന് സ്നേഹിക്കാനും നമുക്ക് വേണ്ടി നമുക്ക് നമ്മുടെ സങ്കടങ്ങളും സന്തോഷങ്ങളും പങ്കുവയ്ക്കാൻ നമുക്കൊരു കുഞ്ഞിനെ ദൈവം തരുന്നില്ല. എനിക്കും PCOD ഉണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഗർഭിണിയാവാതെയല്ല, ഒരിക്കൽ ഗർഭിണിയായി, പക്ഷെ അത് നമുക്ക് സേഫായിട്ട് കിട്ടിയില്ല, അത്രേ ഉള്ളൂ. അപ്പോൾ ആദ്യം ഒരു കുഞ്ഞിനെ കൊന്നു, വീണ്ടും അടുത്ത 4-5 വർഷം കഴിഞ്ഞ് വീണ്ടും ഗർഭിണിയാവുന്നു, അതും പ്രഗ്നൻസി ടൈം ഫുൾ മാസം തികഞ്ഞ് പ്രസവിക്കുന്നു, ഇതും അമ്മ അറിഞ്ഞിട്ടില്ല. എന്താണ് ഈ ലോകത്ത് നടക്കുന്നതെന്ന്. സാധാരണ ഒരു സ്ത്രീക്ക് ഒരു പ്രഗ്നൻസി ആകുമ്പോൾ തന്നെ ഛർദിൽ, ക്ഷീണം, BP, ഷുഗർ എന്ന് വേണ്ട ഇല്ലാത്തതെല്ലാം വരും. പക്ഷേ ഇങ്ങനെയുള്ള ആൾക്ക് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല, അറിയുന്നുമില്ല. പ്രസവിച്ച് ആ കുഞ്ഞിനെ കൊണ്ട് വീണ്ടും രണ്ടാമത്തെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച്. സത്യം പറഞ്ഞാൽ എനിക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ, സത്യം പറഞ്ഞാൽ. എന്തായിരുന്നാലും എന്താ പറയുക, പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ പോലെ അവളെ അനീഷയെയും അനീഷയുടെ കാമുകൻ ഭവിനെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്തായിരുന്നു ഇതിന് ഏറ്റവും വലിയ ശിക്ഷ? എന്തിനാണ് ആ കുട്ടിയെ വളർത്താൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒന്നിലും ഒളിച്ചോടിപ്പിക്കൂടെ? അവർക്ക് ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുക. അവർ പ്രായപൂർത്തിയായല്ലേ, ഒളിച്ചോടിപ്പോയി കല്യാണം കഴിക്കുക, സ്വന്തം ഇഷ്ടത്തിന് തീരുമാനം എടുത്ത് ആ മക്കളെ വളർത്തി ജീവിച്ചുകൂടെ? അല്ലെങ്കിൽ അതിന് എന്തുമാത്രം കാര്യങ്ങളുണ്ട് കുഞ്ഞുങ്ങൾ ഉണ്ടാവാതിരിക്കാനുള്ളത്? നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടങ്ങളാണ് വലുത്. കുഞ്ഞുങ്ങളെ വേണ്ടാന്നുണ്ടെങ്കിൽ എന്തിന് നോക്കാൻ പറ്റാത്ത കാര്യത്തിന് നിൽക്കണമെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ്? ഇപ്പോൾ ഇത് കാണുന്ന ഓരോരുത്തരും ഇത് എത്ര പേര് കാണുന്നെന്ന് എനിക്കറിയില്ല. അപ്പോൾ എനിക്കിത് പറയാനുള്ളതാണ് ഞാൻ പറഞ്ഞത്. നിങ്ങൾ കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതിനെപ്പറ്റി ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും അവൾക്കും അനീഷയ്ക്കും ഭവിനി ഏറ്റവും വലിയ ശിക്ഷ എന്നെ കിട്ടണം. കാരണം ഒന്നും അറിയാത്ത ജീവനുകളാണ് അവർ നഷ്ടപ്പെടുത്തിയത്, അതും അവരുടെ മക്കൾ. അപ്പോൾ എന്താ പറയുക, എനിക്ക് തന്നെ സഹിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ എന്തായിരുന്നു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.